IPL-ൽ ആദ്യ ജയം ലക്ഷ്യമിട്ട് രാജസ്ഥാൻ റോയൽസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഇന്നിറങ്ങും. രാത്രി 7:30 ഗുവാഹത്തിയിലാണ് മത്സരം. തോൽവിയോടെ സീസൺ തുടങ്ങിയ രണ്ട് സംഘങ്ങൾ. ഉദ്ഘാടന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനോട് 7 വിക്കറ്റും തോറ്റപ്പോൾ റൺമഴ കണ്ട കളിയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് രാജസ്ഥാൻ റോയൽസ് പൊരുതി വീണത് 44 റൺസിന്. രണ്ടാം തോൽവി ആത്മവിശ്വാസത്തെ കാര്യമായി ബാധിക്കുമെന്നതിനാൽ രണ്ടും കൽപ്പിച്ചാണ് RRും KKRും ഇന്ന് കളത്തിലെത്തുക. ഹൈദരാബാദിന്റെ തീക്കളിക്ക് മുന്നിൽ പതറിയ രാജസ്ഥാൻ വഴങ്ങിയത് IPL ചരിത്രത്തിലെ രണ്ടാമത്തെ ഉയർന്ന സ്കോറായ 286 റൺസ്. സ്ട്രൈക്ക് ബൗളർ ജോഫ്ര ആർച്ചർ നനഞ്ഞ പടക്കമായതിലാണ് രാജസ്ഥാന് കൂടുതൽ ആശങ്ക. ട്രെന്റ് ബോൾട്ടിനെ വിട്ടുകളഞ്ഞതിൽ ആരാധകർ RR മാനേജ്മെന്റിനെ പഴിപറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സഞ്ജുവിന് പകരം ടീമിനെ നയിച്ച റിയാൻ പരാഗിന്റെ പക്വതയില്ലായ്മയ്ക്കെതിരെയും വിമർശനങ്ങൾ രൂക്ഷം. യശസ്വി ജയ്സ്വാളും റിയാൻ പരാഗുമെല്ലാം ബാറ്റ് കൊണ്ട് സംഭാവന നൽകേണ്ടത് ഇന്ന് അനിവാര്യമാണ്. പവർ ഹിറ്റർമാർ പതറിയതാണ് കൊൽക്കത്തയ്ക്ക് RCBക്കെതിരെ തിരിച്ചടിയായത്. ആദ്യ 10 ഓവറിൽ 107 റൺസ് അടിച്ച KKRന് അവസാന 10 ഓവറിൽ നേടാനായത് വെറും 67 റൺസ്. ആന്ധ്രേ റസലും വെങ്കടേഷ് അയ്യരും റിങ്കു സിംഗുമെല്ലാം തിളങ്ങിയില്ലെങ്കിൽ കിരീടം നിലനിർത്താൻ KKR പാടുപെടും. ഒപ്പം ബൗളിംഗ് നിരക്ക് മൂർച്ചയില്ലാത്തതും രഹാനയുടെ ടീമിനെ പ്രതിരോധത്തിലാക്കുന്നു. നേർക്കുനേർക്കണക്കുകളിൽ ഒപ്പത്തിനൊപ്പമാണ് കൊൽക്കത്തയും രാജസ്ഥാനും. 30 മത്സരങ്ങളിൽ 14 എണ്ണത്തിൽ വീതം ജയം. കഴിഞ്ഞ സീസണിൽ അവസാന പന്തിലാണ് 224 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് രാജസ്ഥാൻ ജയിച്ചത്. അതുപോലൊരു ക്ലോസ് എൻകൗണ്ടർ പോരാട്ടമാണ് ആരാധകരുടെ ആഗ്രഹം. സ്പോർട്സ് ഡെസ്ക് 24.